വളരെ പ്രതീക്ഷ നൽകുന്ന 3000 സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ സംരംഭകരെ ആകർഷിക്കുന്ന സമിറ്റാണ്, ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എത്തിക്കഴിഞ്ഞു. അതുപോലെ പല അതിഥികളും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേരളം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഈ സമിറ്റിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമ്മുടെ പദ്ധതികൾ തയ്യാറാണ്. നമ്മൾ അതിവിപുലമായ കവറേജാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇനി അതിഥികൾ ആരെങ്കിലും എത്താറുണ്ടോ? വ്യവസായ വകുപ്പ് സെക്രട്ടറി ഒക്കെ എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. APM മുഹമ്മദ് അനീഷ് അവിടെ ഉണ്ട്. വിവരങ്ങൾ മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ. SKN, ഇതിൽ പ്രധാനപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. ഇനി മുഴുവൻ ശ്രദ്ധയും ആ വേദിയിലേക്കാണ്. അതായത് വ്യവസായ മന്ത്രി P. രാജീവ് അധ്യക്ഷത വഹിക്കുന്ന ആ സമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലിയും CII പ്രസിഡന്റും ITC CMDയുമായ സഞ്ജീവ് പുരിയും അദാനി പോർട്ട് CMD കരൺ അദാനിയും ഈ വേദിയിൽ തന്നെ പ്രസംഗിക്കും എന്നുള്ള ഒരു വിവരം കൂടി നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിവിധ ഈ കമ്പനികളുടെ സിഇഒമാർ ഈ വേദിയെ അലങ്കരിക്കും. ഇന്നത്തെ ഈ പരിപാടിയിൽ വേദിയിൽ G20 ഷെർപ്പയും നീതി ആയോഗ് മുൻ സിഇഒയുമായ അമിതാഭ് കാന്ത്, വ്യവസായ പ്രമുഖരായ അദീബ് അഹമ്മദ്, ആസാദ് മൂപ്പൻ, AM ഗോപാലൻ, മുകേഷ് മേത്ത, മാത്യു സോൺടാക്, ശ്രീപ്രിയ ശ്രീനിവാസൻ, രവി പിള്ള, മാത്യു ഉമ്മൻ തുടങ്ങിയവർ ഇന്നത്തെ ഈ വേദിയിൽ, ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ അണിനിരക്കുകയും ചെയ്യും. വ്യവസായ സൗഹൃദ സംസ്ഥാനം, വ്യവസായ സംരംഭങ്ങൾക്ക് കരുത്തേകുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന ഈ അന്താരാഷ്ട്ര ഉച്ചകോടി, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രമുഖരായ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതോടൊപ്പം നമ്മുടെ വകുപ്പ് തലവന്മാരും വകുപ്പ് മന്ത്രിമാരും അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും വേദിയിലേക്കാണ്, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലേക്കാണ്. തൊട്ടു പിന്നാലെ SKN നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഒരു ബിസിനസ് കോൺക്ലേവിൽ അടക്കം പങ്കെടുത്ത് സംസാരിച്ച മന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിനുതകുന്ന പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ എത്തിയിട്ടുണ്ട്. ആതിഥേയനായ മന്ത്രി P. രാജീവ് ഓരോരുത്തരെയും സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിച്ചു. പ്രതിപക്ഷ നേതാവ് അത് വസ്തുതാപരമല്ല, ഞങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ സമ്മിറ്റും കുറേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനെ വളരെ പോസിറ്റീവായി കാണുന്നു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ നിക്ഷേപകർ വരുമ്പോൾ വിമർശനങ്ങൾ, പ്രത്യേകിച്ചും ട്രേഡ് യൂണിയന്റെ ഭാഗത്തും വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലൊരു വിമർശനങ്ങളൊക്കെയും അതോടൊപ്പം തന്നെ പലരും പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കേരളം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടല്ലേ? അത് വ്യവസായികൾ ട്രേഡ് യൂണിയനുകളെ പോലും അനുവദിക്കാത്ത ഒരു കാലത്ത് കടുത്ത സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യവസായികളും മാറിയിട്ടുണ്ട്. തൊഴിലാളി സംഘടനകൾ വളരെ ക്രിയേറ്റീവായി ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നുണ്ട് എന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. INTUS എങ്ങനെയാണ് ഈ ഒരു സംഗമത്തെ നോക്കുന്നത്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ കാലത്തും. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതോടൊപ്പം തന്നെ മനുഷ്യമുഖമുള്ള വികസനവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ അത് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയണം. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ഹാസ് ടു ക്രിയേറ്റ് ദി എംപ്ലോയ്മെൻറ്റ് ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കണം. നമുക്കൊപ്പം വീണ്ടും ചേരുന്നു ശ്രീകാന്ത്. വിശദാംശങ്ങൾ നൽകാൻ ശ്രീകാന്ത് കൂടി ചേരുന്നു. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാൻ സമയമാകുകയാണ്. ശ്രീകാന്ത്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഏറ്റവും വലിയൊരു സമ്മിറ്റാണ് അവിടെ നടക്കുന്നത്. കേരളം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സമ്മിറ്റിനാണ് ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ സാക്ഷിയാകുന്നത്. എനിക്ക് തോന്നുന്നത് ഉദ്ഘാടനത്തിൻ്റെ സമയമാകുന്നു എന്നാണ്. പറയൂ ശ്രീകാന്ത്. പറഞ്ഞതാണ്, ഉദ്ഘാടനത്തിന്റെ സമയമാകുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വേദിയിലേക്ക് എത്തുന്നു. നിലവിൽ നേരത്തെ നിതിൻ അംബുജൻ സംസാരിച്ചത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തൊഴിൽ സംഘടനയിലെ നേതാക്കന്മാരാണ്. INTUC നേതാവ് R. ചന്ദ്രശേഖരനും അതോടൊപ്പം എളമരം കരീമ, CITU നേതാവ് എളമരം കരീമും തൊട്ടടുത്തായി തന്നെ ഇരുന്ന് ഈ വികസന ഉച്ചകോടിക്ക് അവരും പങ്കാളികളാകുന്നു. അതായത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ വികസന ഉച്ചകോടിയുടെ ഭാഗമാകാൻ എല്ലാവരും തന്നെ എത്തുന്നു എന്നുള്ളതും ഏറ്റവും നമുക്ക് ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പകരുന്ന വിഷയം തന്നെയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള
വലിയ തോതിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് സംസ്ഥാനം ഇത്തരത്തിലൊരു വികസന കുതിപ്പിനുതകുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയാകാനും പോകുന്നത്. അതും നമ്മൾ ഇതുവരെ കണ്ട് പരിചയിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. എല്ലാം തന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ കൃത്യമായി തന്നെ മികച്ച ആസൂത്രണത്തോടുകൂടിയുള്ള പരിപാടികൾ നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചുമതലപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അല്പസമയത്തിനകം വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. തുടർന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസാരിക്കും. പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വേദിയെ അഭിസംബോധന ചെയ്യും, ഈ സദസ്സിനെ മുഴുവനായി അഭിസംബോധന ചെയ്യും. ആ ഘട്ടത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്, നേരത്തെ നിതിൻ ഗഡ്കരി നമ്മുടെ തന്നെ ഒരു കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് 20,000 കോടിയുടെ പ്രൊജക്ട് സംസ്ഥാനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച മന്ത്രി കൂടിയാണ്. അത്തരത്തിൽ സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും കേരളത്തിനായി അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം വേദിയിൽ പരിപാടികൾ ആരംഭിക്കും. എസ്കെൻ ശ്രീകാന്താണ് കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്ന് തത്സമയം ചേർന്നത്. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ദൃശ്യമാണ്. ഈ വേദിയിലാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികളെല്ലാം വേദിയിൽ സന്നിഹിതരാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുഖ്യ ആകർഷണമാണ്. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവർക്കും പരിചിതമായ മുഖമാണ് പീയൂഷ് ഗോയലിൻ്റേത്. ഒരുപക്ഷെ കേരളത്തോട് വളരെ അടുപ്പം കാണിക്കുന്ന കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ പ്രവാസി വ്യവസായികളെല്ലാം എത്തി. കേരളത്തിലെ സംസ്ഥാന ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വ്യവസായികൾ, കല്യാൺ ജുവലേഴ്സ്, അതുപോലെ KG എബ്രഹാം, കുവൈറ്റ് നിന്ന് KG എബ്രഹാം, അതുപോലെ MA യൂസഫലി തുടങ്ങിയ പ്രഗത്ഭരായ വ്യവസായികളെല്ലാം തന്നെ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. വേദിയിൽ സമ്പന്നമായ ഒരു വേദിയാണ്. വിദേശ പ്രതിനിധികളൊക്കെ തന്നെ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്.